എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ നിങ്ങളുടെ അമ്മു. ഇന്ന് നമ്മൾ ഈ വീഡിയോ വരാനുള്ള കാരണം, ഞാൻ കേരളത്തിൽ കൊല്ലമാണ് എൻ്റെ നാട്. എൻ്റെ അച്ഛനും അമ്മയും റിലേറ്റീവ്സൊക്കെ അവിടെയാണ്. പിന്നെ ഒരുപാട് റിലേറ്റീവ്സ് വന്ന് കൊച്ചിൻ, കോഴിക്കോട് എല്ലായിടത്തും ഉണ്ട്. കേരളത്തിൽ പല ഭാഗങ്ങളിലായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വയനാട്ടിൽ വന്ന് നടന്നവരിത് വന്നു. അവരെല്ലാം നമ്മുടെ സഹോദരങ്ങളാണ്. ഒരു 300 പേരെ ഇന്നും കണക്കിൽ വന്നിട്ടുള്ളൂ. 300 പേരിൽ കുഞ്ഞുങ്ങൾ, അമ്മമാർ, കുടുംബത്തിൽ ഒരാളുണ്ട്, ബാക്കി ആരും കുടുംബത്തിലില്ല. ചില കുടുംബങ്ങളേ ഇല്ല. കുഞ്ഞുങ്ങൾക്ക് അമ്മയില്ല, അച്ഛനില്ല, അച്ഛനും അമ്മയ്ക്കും മക്കളില്ല. ഇങ്ങനെ ആകെ മൊത്തത്തിൽ ശരിക്കും ആലോചിക്കാൻ പോലും നമ്മളുടെ ഡെയിലി റൊട്ടീൻ എന്ത് തന്നെയാണെങ്കിലും എപ്പോഴും നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലും നമ്മുടെ മനസ്സിലും ഇതിലും നിൽക്കുന്നത് ഈ ഒരു കാര്യമാണ്. ഇത് ഓരോരുത്തരുടെ കരച്ചിലും ഇതും കേട്ട് അവരുടെ സ്ഥാനത്ത് നമ്മൾ നിന്ന് ചിന്തിക്കുമ്പം എങ്ങനെ താങ്ങാൻ പറ്റും? നമ്മളുടെ വീട്ടിൽ നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് കാലിലൊരു ചെറിയ അടി, ഒരു മുറിവ് പറ്റിയാലോ അല്ലെങ്കിൽ ഒരു പനി വന്നാലോ നമ്മളെന്തൊരു പെടച്ചില്ല. അപ്പം ഓരോ ജീവനുകൾ നഷ്ടപ്പെടുമ്പം അവർക്ക് അങ്ങനെ ഇല്ലാതാവുമ്പം ബന്ധങ്ങളും സ്വന്തങ്ങളും ഒക്കെ ഇല്ലാതാവുമ്പോൾ അവരുടെ ഒരു വേദന നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റും എന്നുവെച്ചാൽ എല്ലാവരും നമ്മുടെ സഹോദരങ്ങളാണ്, എല്ലാം നമ്മുടെ കുഞ്ഞുങ്ങളാണ്. ഇപ്പോൾ ജീവിച്ചിരിക്കുന്നതും ഇല്ലാതെ പോയതും എല്ലാ മക്കളും നമ്മളുടേതാണ്. അപ്പോൾ ഞാൻ എന്തിന് ഈ വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ, നമുക്കിപ്പോൾ പോയ ജീവൻ തിരിച്ചു കൊണ്ടുവരാൻ പറ്റത്തില്ല, പക്ഷേ രക്ഷപ്പെടുത്തി വെച്ചിരിക്കുന്ന കുറേ ജീവനും ജീവിതങ്ങളും ഒക്കെ ഉണ്ട്. അവർക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ, ചെറിയ സഹായങ്ങൾ, അത് ഏത് രീതിയിലാണെങ്കിലും, അവർക്ക് ആവശ്യമുള്ള ഉപയോഗ വസ്തുക്കളാണെങ്കിലും അവരെ തിരിച്ചൊന്ന് ലൈഫിലോട്ട് കൊണ്ടുവരാൻ. അതുപോലെ ഇന്ത്യൻ ആർമിയൊക്കെ നമ്മൾ സല്യൂട്ട് ചെയ്തേ പറ്റൂ. അവരൊക്കെ എൻ്റെ എന്ത് ഇത് ചെയ്താണ് നമ്മളുടെ കൂടപ്പറപ്പുകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഇന്നലെ ബ്രിഡ്ജൊക്കെ ഫോം ചെയ്ത് എന്ത് ഇതാണ് അവർ ചെയ്യുന്നത്, ആത്മാർത്ഥമായിട്ട് ഒരു ജീവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. അവർക്കൊക്കെ ബിഗ് സല്യൂട്ട്. അപ്പോൾ അതുപോലെ നമുക്ക് ഫ്ലഡ് വന്നപ്പോൾ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ ഇറങ്ങി അവർ ജോലി ചെയ്യും, ഇറങ്ങി മറ്റുള്ള ജീവനുകളെ രക്ഷിക്കാൻ വേണ്ടി. അതുപോലെ തന്നെ ഇപ്പോഴും നടക്കുന്നത്. അതിൻ്റെ അർത്ഥം ഒരിക്കലും മനുഷ്യനിൽ നന്മ വറ്റുന്നില്ല എന്നുള്ളതാണ്. അത് നന്നായിട്ട് കേരളത്തിലെ ജനങ്ങളെ എപ്പോഴും തെളിയിക്കുന്ന വിഷയമാണ്. അപ്പോൾ എന്ത് ചെറുപ്പക്കാരും എത്ര പേരാണ് ഇറങ്ങി ഇന്നും ഇതിന് വേണ്ടിയിട്ട് ഇത് ചെയ്യുന്നത്. അവർക്കൊക്കെ വളരെ 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 നന്ദി. ഇന്നും ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവും. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ ഇന്ന് തന്നെ കണ്ടു, 2 കുഞ്ഞുങ്ങളുള്ള ഒരു പെൺകൊച്ച് അത് പറയുന്നത്, നിറയെ കൊച്ചുങ്ങൾ വന്ന് അമ്മയില്ലാതെ മുലപ്പാൽ കുടിക്കുന്ന കുഞ്ഞുങ്ങൾ. അപ്പോൾ ഞാൻ അവർക്ക് ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യാൻ റെഡിയാണ്, എത്ര കുഞ്ഞുങ്ങൾക്ക് വേണമെങ്കിലും ഞാൻ ഫീഡ് ചെയ്യാൻ റെഡിയാണെന്ന് പറഞ്ഞിട്ട് ആ കൊച്ചിപ്പോൾ വയനാട്ടിലോട്ട് തിരിച്ചിരിക്കുന്നതെന്ന്. അപ്പോൾ അതൊക്കെ മനുഷ്യൻ്റെ മനസ്സിൻ്റെ നന്മയാണ്. അവിടെയാണ് ദൈവം നിൽക്കുന്നത്. പിന്നെ നമ്മുടെ നാടിൻ്റെ ഗോഡ്സ് ഓൺ കൺട്രി ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നാണ് പറയുന്നത്. പക്ഷേ പ്രകൃതിയുടെ ഓരോ ഇത് അറിയത്തില്ല, ഇതൊക്കെ എങ്ങനെ ഉൾക്കൊള്ളും ഒന്നും മനസ്സിലാവുന്നില്ല. പക്ഷെ അവർക്ക് വേണ്ടിയിട്ടുള്ള നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. ഞങ്ങളും ഇവിടെ ചെന്നൈയിൽ ഇരുന്നിട്ട് നമ്മൾ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെയുള്ള കാര്യങ്ങളെല്ലാം കളക്ട് ചെയ്ത് അതൊരിതിൽ ഇത് ചെയ്ത് നമ്മളും അവിടെ എത്തിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ, എല്ലാ സ്ഥലങ്ങളിലും അങ്ങനത്തെ ഒவ்வொரு ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ എത്തിക്കുക. എന്താണെങ്കിലും ആയിക്കോട്ടെ, വലിയ കാര്യങ്ങൾ നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും അത് ഒന്നും അവളോ വാല്യൂ ആണ് ഈ സമയത്തേക്കും. അതിലിപ്പോൾ അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ ബെഡ്ഷീറ്റ്, ബ്ലാങ്കറ്റ്, സ്വെറ്റേഴ്സ്, പിന്നെ ബിസ്ക്കറ്റ്സ് ഒക്കെ മേടിക്കുമ്പോൾ നമ്മൾ ഡേറ്റ് നോക്കി തന്നെ മേടിക്കണം. പിന്നെ ബുക്സ്, പെന്ന്, ബാഗ്സ്, അതുപോലെ 9 വയസ്സ് തൊട്ട് 14 വയസ്സ് വരെയുള്ള പിന്നെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഉള്ള ഡ്രസ്സുകൾ, ഇതൊക്കെയാണ് ഇപ്പോൾ അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങൾ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും, നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെയുള്ള സാധനങ്ങൾ നിങ്ങൾ ആയിരിക്കും. നമ്മളുടെ കൂടപ്പിറപ്പുകൾക്കും നമ്മളുടെ കുഞ്ഞുങ്ങളെയും നമ്മൾ അവരുടെ ഇങ്ങനത്തെ ഒരു സഹായഘട്ടത്തിൽ നമ്മൾ സഹകരിച്ച് അവരെ തിരിച്ച് ജീവിതത്തിലോട്ട് കൊണ്ടുവരാനുള്ള ഒരു ചെറിയ സംരംഭമാണ്. എല്ലാവരും, എൻ്റെ സുഹൃത്തുക്കളും എല്ലാവരും ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ആരും ഇത് തള്ളിക്കളയാതെ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ, വലിയ ഇതൊന്നും വേണ്ട, നിങ്ങളെ കൊണ്ട് കൊടുക്കാൻ പറ്റുന്ന 5 ബെഡ്ഷീറ്റ്, 5 ബെഡ്ഷീറ്റ്, 2 ബെഡ്ഷീറ്റ്, എന്ത് ചെയ്യാൻ പറ്റുമോ നിങ്ങൾ ചെയ്യും എന്നുള്ള വിശ്വാസത്തോടെയാണ് ഞാൻ ഈ വീഡിയോ ഇത് ചെയ്യുന്നത്. ഓക്കെ, നന്ദി, നമസ്കാരം. என்னோட இந்த வீடியோ கேரளாவில் உள்ளவங்களுக்கு மட்டும் இல்லை, தமிழ்நாட்டில் உள்ளவங்களுக்கும் எல்லா ஊரில் உள்ளவங்களுக்கும் தான் என்னோட இந்த வீடியோ. எங்கள் ஊரில் வந்து இவ்வளோ ஒரு பெரிய இது நடந்த நிறைய உயிர்கள் பலியாக இருக்குது. இன்னும் நிறைய பேரை காப்பாற்றி, நிறைய குழந்தைங்க, நிறைய பேர் அந்த அநாதமாக நிற்கிது. உங்களால் முடிஞ்ச ஹெல்ப் பண்ணி அவங்கள திருப்பி வாழ்க்கைக்கு கொண்டு வாங்க. அவங்களோட சின்ன ஹெல்ப்பு கூட இப்போ அவங்களுக்கு அது ஒரு பெரிய இதாக இருக்கும். தெய்வத்தை நினச்சி நம்ம மனுஷங்க எல்லாருமே யாரும் பிரித்து பார்க்க எதுவுமே வேண்டாம். எல்லாரும் இப்போ கேரளானாலும் தமிழ்நாடுனாலும் ஆந்திரானாலும் எதுனாலும் எல்லாம் நம்மளோட பிரதர்ஸ், சிஸ்டர்ஸ், நம்ம குழந்தைங்க எல்லாமே ஒன்று தான். நீங்கள் அந்த மாதிரி நினச்சி உங்களால் முடிஞ்ச அளவுக்கு நீங்களும் ஹெல்ப் பண்ணுங்கள். தேங்க்யூ.